ജോലി ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ജോലിയുടെ സമയത്ത് പാത്രം കഴുകുക. എൻ്റെ ഒപ്പീനിയനിൽ ഇത് ഇന്റർനെറ്റിനേക്കാൾ വലിയ വിപ്ലവമാണ്. കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവാം, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്റർനെറ്റിനേക്കാളും വലിയ വിപ്ലവം ആണ് എന്നാണ്. ചില ആൾക്കാർ ഇലക്ട്രിസിറ്റിനെക്കാട്ടിലും വലിയ വിപ്ലവം പറയുന്നത്. ചെയ്യുന്ന വർക്ക് ചില സമയത്ത് ഞാൻ എൻ്റെ കോഡ് എഴുതിയിട്ട് ഞാൻ ചാറ്റ് ജിപിടിയുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ ചില സമയത്ത് എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ട്, ചില സമയത്തല്ല മോസ്റ്റ് ഓഫ് ദ ടൈം എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള കോഡ്, നല്ല കമന്റ്സ് ഒക്കെ ആയിട്ട്, ഞാനൊന്നും ചിലപ്പോൾ എല്ലാ ലൈനും കമന്റ്സ് ചെയ്യണമെന്നില്ല, അത്രയും ബെറ്റർ, ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ്. അതെ അതെ, അതാണ് എൻ്റെ ടെൻഷൻ. നമ്മളുടെ ഇന്ന് ലോകത്ത് കുറെ പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? കുറെ പ്രോബ്ലംസ് നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ ഡീസാലിനേഷൻ, അല്ലെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നെക്സ്റ്റ് 50 years നമുക്ക് സോൾവ് ചെയ്യേണ്ട പല പ്രോബ്ലംസ് ഉണ്ട്. 100 times ചീപ്പറായിട്ട് നമുക്ക് ഫുഡ് ഗ്രോ ചെയ്യാൻ പറ്റുക, റിന്യൂവബിൾ എനർജി കുറച്ചും കൂടിയും എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുക. ഈ പ്രോബ്ലംസ് എല്ലാം എവിടെ നോക്കിയാലും പ്രോബ്ലംസ് ആണ്. പക്ഷെ ഇതിനുള്ള സൊല്യൂഷൻസ് വളരെ വിരളമായിട്ടുള്ള, സൊല്യൂഷൻസ് ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം, വളരെ ചെറിയ രീതിയിലുള്ള സൊല്യൂഷൻസേ ഉള്ളൂ. ഇതെല്ലാം സോൾവ് ചെയ്യാൻ ഒരു ട്രെയിൻഡ് മെഷീനോ ട്രെയിൻഡ് മോഡലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു ഹെൽപ്പായിരിക്കും അല്ലേ? അപ്പോൾ AI ഇതിനെല്ലാത്തിനും നമുക്ക് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ട്രെയിൻഡ് മോഡൽ ആവാം. അപ്പോൾ AI ഒരു ഹെൽപ്പായിരിക്കാം. അറ്റ് ദ സെയിം ടൈം AI പറ്റി ആലോചിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള എൻജിനീയേഴ്സ്, കുറേ ജോബ് സെക്ടറിൽ കുറേ ആൾക്കാർക്ക് പേടിയാണ്, ഒരു ടെൻഷനാണ് ഈ AI എവിടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഒരു 1 to 10 സ്കെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം വറീഡാണ് AI നമ്മളെ ജോബ് എല്ലാം തട്ടിക്കൊണ്ട് പോകുന്നത്? എത്രത്തോളം വറീഡാണ്? ഒരു 1 to 10 സ്കെയിൽ നമുക്ക് റിയാസ് നിന്ന് തുടങ്ങാം. 1 to 10 സ്കെയിലിൽ പറയുകയാണെങ്കിൽ, തമാശക്ക് പറയുകയാണെങ്കിൽ 0 ആണ്. കാരണം ഞാൻ പക്ഷെ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് 5 ആണ് ഔട്ട് ഓഫ് 10. കാരണം ലേശം പേടിക്കാണ്ടിരിക്കുക എന്നുള്ള ഒരു സ്കീമിലാണ് ഞാൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്കവാറും കേൾക്കുന്നത് സാം ആൾട്ട്മാൻ, എലോൺ മസ്ക് അങ്ങനെയുള്ള ആൾക്കാർ AI കുറിച്ച് സംസാരിക്കുന്നതാണ് നമുക്ക് കേൾക്കുന്നത്. അവർ CEOs ആണ്, അവർ ബേസിക്കലി സെയിൽസ്മാൻസ് ആണ്. അപ്പൊ അവര് അത് അച്ചീവ് ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ചെറിയ ടേസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ജനറേറ്റീവ് AIയുടെ കുറച്ച് ടൂൾസുകൾ ഉപയോഗിക്കാനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടും പിന്നെ നമ്മളുടെ കുറച്ച് പെർസെപ്ഷൻ ഉണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, നമ്മള് സൈഫൈ മൂവീസിൽ നിന്ന് നമ്മൾ കണ്ടിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള AI എങ്ങനെ ആയിത്തീരും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പെർസെപ്ഷൻ ഉണ്ട്. അതിലെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഭയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് ഞാൻ കാണുന്നത് AI ഒരു ടൂളായിട്ടാണ്. എന്നെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു ടൂള്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ഒരാഴ്ച എടുക്കേണ്ട ഒരു ജോലി ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഞാൻ AI കാണുന്നത്. പല പല റെവല്യൂഷൻസ് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണമായിരിക്കും ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ പോലുള്ള ഒരു റെവല്യൂഷനായിരിക്കും AI കൊണ്ടുവരുന്നത്. AI പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ടൂളാണ്. ആ ടൂള് നമ്മളുടെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഒരിക്കലും ഒരു ടൂളിനെ ഭയപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ 5 കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് ഒന്ന് റിയാസ് പറഞ്ഞിടത്ത് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായ സമയത്ത് അതിന് കൂടെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അല്ലേ? കുറേ ജോലികൾ പുതുതായി വന്നു. പരമ്പരാഗതമായി ആളുകൾ ചെയ്തിരുന്ന കുറേ ജോലിയെല്ലാം മാറി പിന്നെ കുറച്ചുകൂടി ഈ ഫാക്ടറീസിൽ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ജോലികളായിട്ടുണ്ടായിരുന്നു. ജോലികളെ എത്രത്തോളം ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഒരു 6 or 7 ആണ് ഞാൻ 10 കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാസ് പറഞ്ഞ മാതിരി തന്നെ ഇതൊരു വിപ്ലവമാണ്, ഒരു സംശയം വേണ്ടത് ഒരു വിപ്ലവമാണ്. എൻ്റെ ഒപ്പീനിയനിൽ ഇത് ഇന്റർനെറ്റിനേക്കാളും വലിയ വിപ്ലവമാണ്. കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവാം, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്റർനെറ്റിനേക്കാളും വലിയ
വിപ്ലവം ആണ് എന്നാണ്. ചില ആൾക്കാർ ഇലക്ട്രിസിറ്റിനെക്കാട്ടിലും വലിയ വിപ്ലവം അതെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിപ്ലവം തന്നെയാണ് ടെക്നോളജിയുടെ കാര്യത്തിലായിരുന്നാലും ശരി. ഒരു സംശയമാണ്, ഇതൊരു വിപ്ലവമാണ്. ഇത് ബാധിക്കുമോ, ജോലികളെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വർഷത്തിലോ 2 വർഷത്തിലോ 3 വർഷത്തിലോ ചിലപ്പോൾ ബാധിക്കില്ലായിരിക്കും. പക്ഷെ ലോങ് റണ്ണിൽ വേണ്ട, നമുക്കൊരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ചില മേഖലകളിൽ എന്തായാലും AI മൂലം ഉണ്ടാകും. കാരണം ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇൻ്റർനെറ്റ് ആണല്ലോ ഏറ്റവും വലിയ നമ്മുടെ പാരൻസ് ആയാലും നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആയിരുന്നാലും അവരുടെ കാലത്ത് ഏറ്റവും വലിയ റെവല്യൂഷനിലൊന്ന് ഇൻ്റർനെറ്റാണ് അല്ലേ. ഇൻ്റർനെറ്റുകൾ എനിക്ക് തോന്നുന്നു 1950കളുടെ അവസാനം 60കളുടെ തുടക്കത്തിലാണ് ഇൻ്റർനെറ്റ് കണ്ടുപിടിക്കുന്നതും. പിന്നെ അവിടെ മുതൽ ഒരു 10-30 വർഷത്തോളം ഇത് യൂസ് ചെയ്തിരുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ഓക്കെ, ഇത് അത്രയും മെയിൻ സ്ട്രീം ആയിരുന്നില്ല, വളരെ കുറച്ച് പേരാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ. പ്രത്യേകിച്ച് US ഡിഫൻസ് അതുമായുള്ള റിസർച്ചേഴ്സ് യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുറേ ഈ ഇൻ്റർനെറ്റ് കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വന്നു, യാഹു സെർച്ച് എഞ്ചിൻ വന്നു, അതിനുശേഷം ഓർക്കൂട്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതെല്ലാം വന്നു ഇല്ലേ. ഇതെല്ലാം പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ടൂളുകൾ വന്ന് ഇൻ്റർനെറ്റിനെ പോപ്പുലർ ആക്കുന്നത്, എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻ്റർനെറ്റിനെ ആക്കിയെടുക്കുന്നത് ഈ ടൂളുകളാണ്. പക്ഷെ നമ്മൾ AI അവസ്ഥ ഒന്ന് ആലോചിക്കുക. AI കുറിച്ച് എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീമിൽ പറഞ്ഞു തുടങ്ങുന്നത് 2019 13 14 ഇതിൻ്റെ റിസർച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് ചെറുതായി വന്നു തുടങ്ങുന്നത് 2019 കാലഘട്ടങ്ങളിലാണ് തോന്നുന്നു. മുന്നേ തൊട്ട് ഡിസ്കഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാന് 2004 പാസ് ഔട്ട് ആവണത്. ആ സമയത്ത് എന്റെ കൂട്ടുകാര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. അത് അന്ന് പക്ഷെ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി അതൊക്കെയായിരുന്നു സെമിനാറിന്റെ വിഷയങ്ങള്. അത് ഒരു 21 വർഷം എടുത്തു അൻവർ പറഞ്ഞ പോലെ അത് വരാനായിട്ട്. അതെ, പക്ഷെ ആ സമയത്ത് വലിയൊരു ബോട്ടിലിനൊക്കെ വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സെൽഫ് ലേൺ ചെയ്യുക, ഇതിനെ കൂടുതൽ ഇന്റലിജന്റ് ആക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് ബ്രേക്ക് ത്രൂ 2019 ശേഷം ഉണ്ടായിട്ടുണ്ട്. ആ ബ്രേക്ക് ത്രൂവിനെ യൂസ് ചെയ്തിട്ടാണ് OpenAI. ആ സമയത്ത് തന്നെ ഗൂഗിൾ ഇതിന് പിന്നിൽ വർക്ക് ചെയ്യണമെങ്കിലും ഗൂഗിളിന് ഇത് സേഫ് ആയിട്ട് റിലീസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂഗിൾ കുറച്ച് മെല്ലെയാണ് ചെയ്യേണ്ടത്, റിസർച്ച് ചെയ്യണമെങ്കിലും ഇവർ കുറച്ച് മെല്ലെയാണ് ഇതിനെ നമുക്ക് പുറത്തേക്ക് ഇറക്കാം, മാർക്കറ്റിലേക്ക് ഇറക്കാം എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ 2022 അവസാനം തോന്നുന്നു, ടൈം ഫ്രെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ChatGPT ഇറങ്ങി. ChatGPT ഇറങ്ങി ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒക്ടോബർ നവംബർ ആണ്. ഓക്കെ, അതായത് ഈ ഫീൽഡിൽ എക്സ്പേർട്ട് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇതിന്റെ സ്പീഡ്, എത്ര സ്പീഡിലാണ് ഇത് ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എത്ര സ്പീഡിലാണ് ഇത് ആളുകളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ടെക്നോളജി എല്ലാം വളർന്ന സ്ഥിതിക്ക് ആളുകൾക്ക് തന്നെ എത്രയും പെട്ടെന്ന് ഇത് എത്തുന്നുണ്ട്. അപ്പോൾ മറ്റ് റെവല്യൂഷൻസിനെ മാറില്ല, ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്തോ, ഈ റെവല്യൂഷൻ കൊണ്ട് ഉണ്ടാകുന്നത് എന്തോ, അത് ഗുണങ്ങളുണ്ടാവും ദോഷങ്ങളുണ്ടാവും. ഇത് എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതിനെ കുറിച്ച് ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് AI റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം സംസാരിച്ചു, പക്ഷെ ഇതുവരെ എന്താണ് AI, റിയാസിന് എന്താണ് AI എന്നുള്ളൊരു AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിപുലമായിട്ടുള്ളൊരു പദമാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലേക്ക് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. AI എന്ന് പറയുന്നത് പുതുതായി ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രീയ ശാഖയാണ്. നമ്മൾ ഫിസിക്സ് ഒക്കെ പോലെയാണ്. ഓക്കെ, നമ്മൾ AI എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പൊ ഫിസിക്സ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ AI എന്ന് പറയുന്നത്. ഫിസിക്സിന്റെ ഉള്ളിൽ ഒരുപാട് ശാസ്ത്രശാഖയുണ്ട്, തെർമോഡൈനാമിക്സ്. അതുപോലെ AI-യുടെ ഉള്ളിൽ വരുന്ന ഒരു സാധനമാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഐറ്റംസ് കൊടുത്തിട്ട് ഒരു മെഷീനെ നമ്മൾ പഠിപ്പിക്കുകയാണ് കാര്യങ്ങൾ. എങ്ങനെ ഒരാൾ ഇത് ചിരിക്കുകയാണോ അത് കരയുകയാണോ എന്നുള്ളത് കുറേ ഫോട്ടോകൾ കൊടുത്തിട്ട് അതിന് ലേബൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിന് മെഷീൻ ലേണിംഗ് എന്നാണ് പറയുന്നത്. ഇത് AI എന്ന് പറയുന്ന അംബ്രല്ല ടേം, അതായത് വലിയ കുറെ കാര്യങ്ങളെ കവർ ചെയ്യുന്ന AI എന്ന് പറഞ്ഞ വലിയ പദത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ ശാസ്ത്രശാഖയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനെ നമ്മൾ ഓരോ പാറ്റേൺ കൊടുത്തിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനാണ്. അതിൻ്റെ അടിയിൽ വരുന്ന 2 ചെറിയ സാധനങ്ങളാണ് LLM
ജനറേറ്റീവ് എ ഐ എന്നൊക്കെ പറയുന്നത്. ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആൻഡ് ജനറേറ്റീവ് എ ഐ. ഈ രണ്ട് സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മിക്കവാറും ടൂളുകളിലുള്ളത്. അതായത് ചാറ്റ് GPT, ഗ്രോക്ക് 3 അല്ലെങ്കിൽ ഡീപ് സീക്ക്, ബാഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളിലും വരുന്നത് ഈ രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയ ടേമിന്റെ ഉള്ളിൽ നമ്മൾ മനുഷ്യരിങ്ങനെ തന്നെയാണ്. മനുഷ്യർ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് അവര് വലിയൊരു ടേം കൊണ്ട് പറയാറ്. അപ്പൊ അത് തന്നെയാണ് എയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ 3 പേരും IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. IT എന്ന് പറയുന്നത് വലിയൊരു അംബ്രല്ല ടേമാണ്. പക്ഷെ നമ്മൾ 3 വർക്ക് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. അതാണ് എനിക്ക് അതിനെ കുറിച്ചുള്ള മനസ്സിലാക്കൽ. അൻവറിന്റെ ഓക്കെ, ഞാൻ വേറൊരു രീതിയിൽ പറയാം. കുറച്ച് ഞാൻ എന്താണ് ഗൂഗിൾ സെർച്ച് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയണമല്ലോ ഈ ഗൂഗിൾ സെർച്ച്. ഇപ്പൊ ഗൂഗിൾ സെർച്ച് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഒരു മാഷുണ്ട്. ആ മാഷ് എല്ലാ സബ്ജക്റ്റും എടുക്കുന്ന മാഷാണ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മാഷാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ മാഷ് ഗൂഗിൾ സെർച്ചായിട്ട് നമുക്ക് കാണാം. എന്നിട്ട് മാഷിനോട് ഞാൻ ചോദിക്കുകയാണ്, മാഷ് ഇതെന്താണ്? അപ്പോൾ മാഷ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടിക്കണക്കിന് വെബ്സൈറ്റുകളുണ്ട് അല്ലേ? ഈ വെബ്സൈറ്റുകളിലെല്ലാം മാഷ് എന്ത് ചെയ്യും, പെട്ടെന്ന് പോയി നോക്കിയിട്ട് ഇതിന് ആസ്പദമായിട്ടുള്ള എന്തോ അത് മാഷ് എനിക്കെന്ത് കാണിച്ചു തരും. ഇതാണ് നീ ചോദിച്ച ചോദ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വെബ്സൈറ്റിലുള്ള ലിങ്ക് വായിച്ചു തരും. ഇപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ആൾ പറഞ്ഞു തരും ചെയ്യും. ഇതാണ് ഗൂഗിൾ സെർച്ച്. ഇനി AI. ഓക്കെ, AI ഇപ്പോൾ റിയാസ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു മേഖലയാണ്. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ LLM ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കണോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ ഇതൊരു മാഷാണ് എന്ന് വിചാരിക്കുക. നമ്മുടെ സ്കൂളിൽ എല്ലാം അറിയണ ഒരു മാഷ്. ഓക്കെ, ഈ മാഷിന് ഇങ്ങനെ വെബ്സൈറ്റുകളിൽ പോയി തപ്പേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ മാഷിന് ഇതൊരു ചോദ്യം ചോദിക്കുമ്പോൾ മാഷ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, മാഷെല്ലാം ഇരുന്ന് പഠിച്ചിരിക്കുന്നു. മാഷിനെ കുറേ ആളുകൾ ചേർന്നിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. കുറേ ഡേറ്റ കൊടുത്തിരിക്കുകയാണ്, നീ പഠിക്കും. മാഷ് ഇതെല്ലാം ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു. എല്ലാം ഇൻ്റർനെറ്റിൽ എന്തൊക്കെയുണ്ടോ ഇതെല്ലാം മാഷിരുന്ന് പഠിച്ചു. മാഷിരുന്ന് പഠിച്ചിട്ട് മാഷിൻ്റെ അടുത്ത് ഇപ്പോൾ റിയാസ് പറഞ്ഞ മാതിരി അൽഗോരിതം ഉണ്ട്, അതുമാതിരി മെഷീൻ ലേണിംഗ് ഉണ്ട്. മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഷിൻ്റെ അടുത്ത് പറയാണ്, നിനക്കിതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നു. ഓക്കെ, പക്ഷേ നീ ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, നീ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓരോരുത്തർക്ക് പഠിക്കുന്ന ഓരോ ടെക്നിക്കാണല്ലോ. ഈ പഠിക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഈ അൽഗോരിതം മെഷീൻ ലേണിംഗും വഴി നമ്മൾ ചെയ്യണം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിന് ഓൾറെഡി ഉള്ള കാര്യങ്ങളെ ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇത് എന്താ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇത് നമുക്ക് ഓരോ ഉത്തരങ്ങൾ തരികയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലാവും. ഇതിന് ഓൾറെഡി അറിയേണ്ട ഡേറ്റ വെച്ചിട്ട് ഇത് വേറെ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിന് വേറെ രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് സ്വയം ആളെ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി പറഞ്ഞ മാതിരി എന്നിലെ നടനെ മിനിക്കുന്നത് വരെ ആളുടെ നോളജിനെ തന്നെ മിനിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മളൊന്നും ചെയ്യാണ്ട്. മനസ്സിലായോ? കോൺസ്റ്റൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇത്രയും പവർഫുൾ ആണ്. അപ്പോൾ ഒരു AI-യിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ AI-ക്ക് ഓൾറെഡി ഉത്തരങ്ങൾ അറിയാം. ഓക്കെ, ഇനി ഇതുവരെ ചോദിക്കാത്ത ചോദ്യമാണെങ്കിൽ പോലും AI-ക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഇതെല്ലാം ഉപയോഗിച്ച് എന്നെ പഠിച്ച് എന്നെ ഇതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് തന്നെ നമുക്കൊരു ഉത്തരം തരികയാണ്. ഓക്കെ, അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് എനിക്ക് AI-യും നമ്മളെ ഗൂഗിൾ സെർച്ചിനെ കുറിച്ച് പറയാനുള്ള എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് AI-യിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, എന്നാലാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. നമ്മൾ തോന്നിയ പോലെയുള്ള കുറച്ച് കണക്റ്റഡ് അല്ലാത്ത കുറച്ച് സാധനങ്ങൾ അറ്റ് എ ടൈം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹാലൂസിനേഷൻ എന്ന് പറയും. അത് തരുന്ന ഉത്തരം ചിലപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഉത്തരമാണ്. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ്. അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ള ഒരു റിയൽ കൺസേൺ ആണ് അല്ലേ? ഹാലൂസിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണോ അതൊരു റിയൽ ആൻസർ ആണോ എന്നുള്ള. കാരണം സുന്ദർ പിച്ചായി ഈ ഹാലൂസിനേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ സ്റ്റീവൻസിലെ ഇന്റർവ്യൂവിൽ സുന്ദർ പിച്ചായി ഇത് ചോദിക്കുന്നുണ്ട് ഹാലൂസിനേഷനെ കുറിച്ച്. അപ്പോൾ ആൾ തന്നെ പറയുന്നുണ്ട്, ഈ എക്സ്പേർട്സ് ആണെങ്കിൽ പോലും അത് ഇതിൻ്റെ ഒരു ഗ്രേ ഏരിയയാണ് ഹാലൂസിനേഷൻ. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് ഹാലൂസിനേഷൻ നമുക്ക് വേണമെങ്കിൽ ആദ്യം പറയാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു കവിനെ കുറിച്ച് ചോദിക്കാം, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കവിനെ കുറിച്ച് എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എഴുതി ഞാൻ ചോദിക്കുമ്പോൾ കുറച്ച് കവികളുടെ പേര് പറയുകയാണ്, അവരെ വലിയ വലിയ വർക്കുകൾ പറയുകയാണ്. എന്നിട്ട് ഈ ചില സമയങ്ങളിൽ ഈ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഞാനൊരു വീഡിയോയിൽ കണ്ടാണ്,
ആള് ഈ പറയണ ഈ റൊമാൻറ്റിക് കവിതകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു 4 ബുക്കുകളുടെ പേര് പറഞ്ഞുതരാം, പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞുതരാം. ഓക്കെ, അത് പോയി വായിച്ചു നോക്കുമെന്ന് പറയാണ്. പക്ഷെ ആ പുസ്തകം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതൊരു ബുക്കില്ല. സംഭവം ഇല്ലാത്ത സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളിതൊന്ന് പറയാണ്. മനസ്സിലായി. ഇപ്പം എൻ്റെ അടുത്ത് പഠിച്ചടാ, നീ ടീച്ചർ ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരിക്കുകയല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് കള്ളം പറയാണ്. അത് തന്നെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഈ അറിയാണ്ട് കള്ളം പറയുന്നതിനാണ് നമ്മൾ ഈ ഹാലുസിനേഷൻ എന്ന് പറയുന്നത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം അതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്യാന്നുള്ള പഠനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് കുറേയൊക്കെ AI-നെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഐഡിയ കിട്ടാൻ വഴിയില്ല. നമ്മളിപ്പോൾ ഇത് 2 മിനിറ്റ് AI-നെ പറ്റി പറഞ്ഞതുകൊണ്ട് ഐഡിയ കിട്ടുന്നില്ല. AI-നെ കുറിച്ച് അറിയാൻ കുറേ വാസ്റ്റ് റിസോഴ്സസ് ഉണ്ട് ഓൺലൈൻ. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും AI-നെ പറ്റി വായിച്ച് നോക്കണം എന്നാണ്. കാരണം ഇതാണ് നമ്മളുടെ നാളെ എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മൾ നേരത്തെ ജോലി ടേക്കിംഗ് ജോബ്സ് എന്നുള്ളൊരു ചോദ്യമായിരുന്നല്ലോ നമ്മൾ സംസാരിക്കണ്ടായിരുന്നത്. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ്, നമ്മൾ 2023 വിൽ സ്മിത്ത് സ്പെഗറ്റി കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ AI ജനറേറ്റഡ് വീഡിയോ പോലെയല്ല, ഒരു ഓൾ ഓവർ ദ പ്ലേസ് ആണ്. ആളുടെ മുഖം ഡിസ്റ്റോർട്ടഡ് ആണ്, മുഖം ഒരു മാതിരി മൂക്ക് വായൊക്കെ ഒരു എന്തോ പോലത്തെ ഒരു വീഡിയോ ആണ്. അന്ന് 2023 ആണ് കേട്ടോ. കുറേ 10-15 വർഷം മുന്നത്തെ കഥ, 20 വർഷത്തെ കഥയൊന്നല്ല ഞാൻ പറയണേ. അന്നത്തെ 2023 ജനറേറ്റഡ് AI ജനറേറ്റഡ് വീഡിയോ ഇന്നത്തെ AI ജനറേറ്റഡ് വീഡിയോസും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത, അതായത് ഇന്നത്തെ നമുക്കൊരു റിയൽ ആണോ AI ജനറേറ്റഡ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും ഗ്രോത്ത് ആണ്. വെറും 1 വർഷം കൊണ്ട് ഉണ്ടായിക്കണേ ക്വിക്കായിട്ടുള്ള ഗ്രോത്ത് ആണ്. അത് കാണുമ്പോൾ കുറേ നമ്മൾ എൻജിനീയേഴ്സ് ആയാലും കുറേ ജോബ് നമ്മൾക്കൊക്കെ ഒരു ടെൻഷനാണ്. ഇനി നമ്മളുടെ ജോബ്സ് അടുത്ത 10 വർഷത്തിൽ എന്താ ഉണ്ടാകാൻ പോകണേ. കാരണം അത്രയും ക്വിക്ക്ലി നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത്രയും പെട്ടെന്നാണ് AI ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു PA പേഴ്സണൽ അസിസ്റ്റൻറ്റ് ജോബ് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ജോബ് അല്ലേ, എന്തൊക്കെയാണ് അവർ ചെയ്യുക? ക്യാലണ്ടർ ബ്ലോക്ക് ചെയ്യുക, അപ്പോയിൻമെൻറ്റ്സ്, കോൾസ് ആൻസർ ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി AIക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓൾറെഡി പോയ പോലത്തെ ഒരു ജോബിൻ്റെ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തായിരിക്കും ഏതൊക്കെ ജോബ്സ് ആയിരിക്കും ആദ്യം AI ടേക്ക് ഓവർ ചെയ്യാൻ പോണെന്നുള്ളൊരു? ഞാൻ മുന്നത് പറഞ്ഞോന്ന് എനിക്കറിയില്ല. കാരണം ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആരെ കൊണ്ടും പറ്റില്ല. നമ്മളാരും എന്താ പറയുക, വെളിച്ചപ്പാടുമാരോ അല്ലെങ്കിൽ അങ്ങനത്തെ മന്ത്രവാദങ്ങൾ നടത്തുന്ന ആൾക്കാരോ അല്ല. അപ്പോൾ നമുക്ക് ആർക്കും ഫ്യൂച്ചറിനെ പറ്റി അറിയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. നമുക്ക് ജസ്റ്റ് അസംഷൻസ് നടത്താനേ പറ്റുള്ളൂ. നേരത്തെ അൻവർ പറഞ്ഞ പോലെ എയിം ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഓൾറെഡി അതിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇനി വരാവുന്ന പാറ്റേൺ അത് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഹ്യൂമൻസിനെ എങ്ങനെ ഇത് റീപ്ലേസ് ചെയ്യുന്നുള്ളതിൽ എനിക്ക് കുറെ കൺസേൺസ് ഉണ്ട്. അതായത് ഞാൻ വായിച്ചെടുത്തോളം കേട്ടോ. അതായത് നമ്മുടെ 86 വാട്ട്സ് ആണ് നമ്മുടെ ഒരാളുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പവർ എഫിഷ്യൻ്റ് ആയിട്ടാണ്. നേരെ മറിച്ച് GPT-3 എന്നുള്ളത്, ഇപ്പൊ GPT-5 ആണെന്ന് തോന്നുന്നു പുതിയ സാധനം OpenAIയുടെ. GPT-3നെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് അമേരിക്കയിലെ ആവറേജ് 120 വീടുകൾക്ക് ഒരു കൊല്ലം അവർ കൺസ്യൂം ചെയ്യുന്ന അത്രയും എനർജി GPT-3യുടെ കൺസംഷന് വേണ്ടി പോയിട്ടുണ്ട്. ഇത് കൂടാണ്ട് എൻവിയോൺമെന്റൽ എഫക്റ്റുകളും ഉണ്ട്. ഇത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കാർബൺ ഫുട് പ്രിന്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇത് എൻവിയോൺമെന്റിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വേതനം കൊടുത്ത് ഒരാൾക്ക് നിർത്താവുന്ന ഒരാളാണ്. അയാൾ 10 മടങ്ങ് ഇമോഷണലിയും പിന്നെ ട്രസ്റ്റ് നമ്മൾക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും നമ്മൾ സെക്രട്ടറി ആയിട്ട് വയ്ക്കുന്നത്. ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഹ്യൂമൻസിനെ നമ്മൾക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് അറിയാം, നമുക്ക് ആ ട്രസ്റ്റ് ഉണ്ട്. പക്ഷെ AI എന്ന് പറഞ്ഞാൽ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു സെക്രട്ടറിനെ നമ്മൾ ഒഴിവാക്കാനുള്ള സാധ്യത ഇപ്പോഴും കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ GPT-3നെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു മെഷീനോട് നമുക്ക് ഒരിക്കലും അതിന് ഉപയോഗിക്കേണ്ട പവറിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് ഉണ്ടാക്കാനുള്ള ചെലവിനെ കുറിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അതിന്റെ സാലറി കുറയ്ക്കാനൊന്നും നമുക്ക് പറ്റില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വലിയ കമ്പനികൾക്ക് എന്താ പറയുക, കുറഞ്ഞ ശമ്പളമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ശമ്പളം കുറച്ചാലും അവരൊന്നും പറയില്ല, അല്ലെങ്കിൽ അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവരെ AI വരും, നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ശമ്പളം കുറയ്ക്കാനൊക്കെ പറ്റും. പക്ഷെ
AI മോഡൽസിന് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് സാധനങ്ങളെ ട്രെയിൻ ചെയ്യിക്കാനുള്ള സംഗതികളോട് ആർക്കും നെഗോഷിയേറ്റ് ചെയ്യാനോ പൈസ കുറയ്ക്കാനൊന്നും പറ്റില്ല. ഇവർക്ക് എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ സാധനങ്ങൾ. അതുപോലെ തന്നെ പവർ ഒരുപാട് വേണം. അതുപോലെ ചെലവ് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ നിലവിലില്ല. നമ്മൾ വല്ല ന്യൂക്ലിയർ പവറുകൾ കൊണ്ടൊക്കെ ചെലവ് കുറഞ്ഞ പവർ കൊണ്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി വന്നാലും ഇത് പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനോ ഇപ്പോൾ ഒന്നും മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മനുഷ്യനെ ഈ അടുത്ത കാലത്തൊന്നും റീപ്ലേസ് ചെയ്യാനില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദ്യം ജോലികളെ ബാധിക്കുമെന്നല്ലേ ചോദ്യം. അപ്പോൾ ജോലികളെ ബാധിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാധിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, ഞാനത് ചെറിയ ഉദാഹരണമായിട്ട് പറയാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ 3 വർഷം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ നമുക്ക് നമ്മൾ ഒരു ഉദാഹരണത്തിന് മെർസിഡീസ് ബെൻസിൻ്റെ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുകയാണ്, നമുക്ക് ടെസ്ലനെ ഓട്ടോണോമസ് ഡ്രൈവിങ്ങിൽ വെട്ടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു ടീം ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഒരു 100 പേരെ വേണമെന്ന് വിചാരിക്കുക, 100 എംപ്ലോയീസിനെ വേണം ഇതിന് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ മെയിനായിട്ട് വേണ്ടത് ഡെവലപ്പേഴ്സ് വേണ്ടി വരും, ടെസ്റ്റിംഗ് എഞ്ചിനീയേഴ്സ് വേണ്ടി വരും, അതുപോലെ ആർക്കിടെക്ട്സ് വേണ്ടി വരും, സൊല്യൂഷൻ ആർക്കിടെക്ട്സ് എല്ലാം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ AI കടന്നുകൂടാൻ പോകുന്ന ഒരു മേഖലയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആണല്ലോ. കോഡിങ് ഒരു ഇത് AI ഡെവലപ്പർ ജോലികളെ ബാധിക്കാനുള്ള ഒരു മേഖലയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 50 ഡെവലപ്പേഴ്സിനെ വേണമെന്ന് വിചാരിക്കുകയും ബെൻസിന് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അത് 15 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനിൽ നമുക്ക് ഈ 50 പേര് ആവശ്യം വരുന്നില്ല, നമുക്കൊരു 15 പേര് മതി. കാരണം കോഡ് ഡെവലപ്പ് ചെയ്യാൻ AIക്ക് പറ്റും. ഈ ഡെവലപ്പ് ചെയ്യുന്ന കോഡ് കറക്റ്റാണോ അതിനെ ഒന്ന് മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള പ്രോംപ്റ്റ് കൊടുത്ത് നമ്മൾ ആ കോഡ് നമുക്ക് കിട്ടി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി വീണ്ടും തിരിച്ച് അതിനോടല്ല പറയുക ഇത് റെക്ടിഫൈ ചെയ്ത് തരാൻ. അതായത് 50 പേര് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഒരു 10 വർഷം കഴിയുമ്പോൾ എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10-15 പേരെ മതി, മനസ്സിലായോ, 10 പേരെ മതിയാവുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ആളുകളെ ജോലി പോവുകയാണ്, ജോബ് ഓപ്പർച്യൂണിറ്റി കുറയുകയാണ്. 50 പേരെ ഡെവലപ്പേഴ്സിന് ആവശ്യമുള്ളത് 5-ആയിട്ടും 10-ആയിട്ടും കുറയാണ്. ഇതാണ് ഇതൊരു മേഖല മാത്രമാണ്. ഇതുപോലെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന വേറൊരു മേഖല എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേറ്റീവ് ജോബ്സ്. രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്നു, ഞാനൊരു കാര്യം ചെയ്യുന്നു, തിരിച്ചു വീട്ടിലേക്ക് വരുന്നു, അടുത്ത ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകുന്നു, എന്ത് ഓഫീസോ എന്ത് ജോലിയാവാം, ഓക്കെ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാനും AI വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമാണ്. അങ്ങനത്തെ ജോലികൾ കുറെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡാറ്റ എൻട്രി ജോലികൾ പോകാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമർ സർവീസ്, അതിൽ എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഡിഫൻസ് ലൈനിന്റെ അങ്ങനെ ആയിരിക്കും. അതെ, ഫസ്റ്റ് അതെ, ആദ്യം ഈ മെഷീൻസ് പറഞ്ഞിട്ട് ഇവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ മനുഷ്യരിലേക്ക് എത്തുന്ന ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ല, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു അനോയിങ് ആയിട്ടുള്ള പണ്ടൊക്കെ നമ്മളൊരു 10 വർഷം മുന്നേ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഒരു ഫ്ലൈറ്റിന്റെ ഒരു കാര്യത്തിൽ നമ്മൾ വിളിക്കായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആൾക്കാരായിട്ടാണ് സംസാരിക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 പ്രാവശ്യം വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ക്യൂവിൽ കയറിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം, ആ പാട്ടൊക്കെ കേട്ടിരിക്കണം, എന്നിട്ടാണ് നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിലേക്ക് എത്തുന്നുള്ളൂ. പക്ഷെ ചിലപ്പോൾ AI അതുപോലെ ആവണമെന്നില്ല, കുറച്ചുകൂടി ഇൻറ്റുവേറ്റീവ് ആയിരിക്കും, കുറച്ചുകൂടി ഹ്യൂമൻ ലൈക്ക് ആയിരിക്കും. പറഞ്ഞു വരുന്നത് ശരി. ഇപ്പം നമ്മൾ മറ്റുള്ള ഇന്റർനെറ്റ് റെവല്യൂഷൻ എടുത്തപ്പോഴും കമ്പ്യൂട്ടർ റെവല്യൂഷൻ എടുത്തപ്പോഴും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എടുത്തപ്പോഴും അതിനോട് കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. AI വരുമ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അതുപോലെ വേറെ മേഖലകളിലെ ജോലികൾ വരും. പക്ഷേ ജോലികൾ പോകുന്ന റേഷ്യോയും പുതിയ ജോലികൾ ഉണ്ടാകുന്ന റേഷ്യോയും ഇന്നത്തെ സാഹചര്യത്തിൽ, ഓക്കെ, അടുത്ത 10-15 വർഷം 20 വർഷത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ മോശമായിട്ട് ബാധിക്കാനാണ് സാധ്യത. കുറേ ജോലികൾ നമുക്ക് നോക്കാം. അപ്പോൾ പ്ലാനിങ്, ഓക്കെ, ഇൻറ്റീരിയർ ഡിസൈനിങ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഡാറ്റ എൻട്രി, ഈ വക ജോലികളിലെല്ലാം ഇത് ബാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ സർവീസ് റിലേറ്റഡ് ജോലികൾ, ഓക്കെ, അതിലും കുറേ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടാണ് 300-400 പേര് ഇൻഫോസിസ് അവരെ മൈസൂർ ട്രെയിനിങ് ക്യാമ്പസിൽ നിന്ന് അവർ ഓഫർ കൊടുത്തത് വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പിന്നിലൊരു തിയറി കേട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ കോൺസ്പിറസി തിയറി പരുത്തല്ല, പക്ഷേ കേട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ TCS, ഇൻഫോസിസ് ഇതെല്ലാം സർവീസ് ബേസ്ഡ് കമ്പനീസാണ്. ഇന്ത്യയിൽ സർവീസ് ബേസ്ഡ് കമ്പനീസ് വളരെയധികം ഉള്ളതാണ്. നമ്മൾ ആ ഏരിയയിൽ മാർക്കറ്റ് ലീഡറുമാണ്.
അപ്പോൾ ഇപ്പോൾ TCSന്റെ ഇൻഫോസിന്റെ സർവീസ് ഉപയോഗിക്കുന്ന കമ്പനീസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇന്റേണലി AI മൂലം അവരെ കുറേ ജോലികൾ, കുറേ കാര്യങ്ങൾ, ഇങ്ങനെ സർവീസ് ബേസ്ഡ് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് വഴി ഉണ്ടാകുന്ന റിപ്പിൾ എഫക്റ്റ് ആണ് നമ്മളാ കാണുന്നത്. അപ്പോൾ കൂടുതൽ പ്രോജക്ട്സ് ഇൻഫോസിസിന് ആവശ്യമില്ലാണ്ട് വരികയാണ് ഈ കമ്പനീസ്, ഇൻഫോസിസിന്റെ കസ്റ്റമേഴ്സിന്. അപ്പോൾ ഇൻഫോസിസിന് അത്ര എഞ്ചിനീയേഴ്സിന് ആവശ്യമില്ലാണ്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ ഇവർ പുതിയതായി ഹയർ ചെയ്തിട്ടുള്ള ആളുകളെ ഫയർ ചെയ്യണത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങനെ കുറേ ജോബ്സ് പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ടെക്നിക്കൽ IT മേഖലയിലെല്ലാം വളരെ മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു വർഷം കുറേ ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ മാത്രമേ എനിക്കിപ്പോൾ ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്ക് ആ മേഖലയെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വലിയൊരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. ഇൻഫാക്ട് നമുക്കിപ്പോൾ ഇത് ഫാത്തം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്കിനി കൂടുതൽ വേണ്ടിയൊരു ടെസ്റ്റിംഗ് എഞ്ചിനീയേഴ്സിനായിരിക്കും, ഡെവലപ്പേഴ്സിനായിരിക്കില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പക്ഷെ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും രാധികയുടെ അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. രാധിക എത്രമാത്രം വറീഡാണ്. ഞാൻ 3 ഘട്ടമായിട്ട് തിരിക്കാം. ഇമ്മീഡിയറ്റ്ലി ഞാൻ വറീഡല്ല. ഇമ്മീഡിയറ്റ്ലി അതായത് നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിന് ഞാൻ വറീഡല്ല. ബിക്കോസ് അത് ഞാനിപ്പോൾ ഞാനൊരു എഞ്ചിനീയർ ഡെവലപ്പർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുകൊണ്ട് തന്നെ എൻ്റെ കരിയർ വൈസ് ഗ്രോത്ത് ഉണ്ടാവാനും ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ChatGPT പോലത്തെ AI എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാനൊരു പീസ് ഓഫ് കോഡ് എഴുതി അത് ഒപ്റ്റിമൈസ് ചെയ്യാനും അത് കുറച്ച് നന്നാക്കി എഴുതാനും ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്ത് ChatGPTയോട് ചോദിച്ചു. ChatGPT അതിൽ എന്തെങ്കിലും ബഗ് ഉണ്ടോ പറഞ്ഞു തന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എനിക്ക് പേടി ഒന്നുമില്ല. ഇൻഫാക്ട് ഐ എം വെരി ഹാപ്പി. AI പോലെ ഒരു സിസ്റ്റം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ പ്രൊഡക്ടിവിറ്റിക്കും മാനേജർ എൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞു എന്ന് പെട്ടെന്ന് പറയാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് AI. പിന്നത്തെ ഒരു ഷോർട്ട് ടേം എന്ന് പറയുന്നത് ഒരു 15 ഇയേഴ്സിൽ അതിൽ ഞാൻ വറീഡാണ്. ഒരു 15 to 20 ഇയേഴ്സ് ആ ഒരു ലെങ്ത്തിന് ഞാൻ വറീഡാണ്. കാരണം മേജറായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന വർക്ക് ചില സമയത്ത് ഞാൻ എൻ്റെ കോഡ് എഴുതിയിട്ട് ഞാൻ ChatGPTയുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ ചില സമയത്ത് എന്നെക്കാട്ടിലും ബെറ്ററായിട്ട്, ചില സമയത്തല്ല മോസ്റ്റ് ഓഫ് ദ ടൈം എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള കോഡ്, നല്ല കമന്റ്സ് ഒക്കെ ആയിട്ട്, ഞാൻ ചിലപ്പോൾ എല്ലാ ലൈനും കമന്റ്സ് ചെയ്യണമെന്നില്ല, അത്രയും ബെറ്റർ, ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ്. അതാണ് എൻ്റെ ടെൻഷൻ. കാരണം എന്നെക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 50 ലൈൻ എടുത്ത് എഴുതുന്ന കോഡ് ChatGPT ചിലപ്പോൾ 10 ലൈൻ കോഡിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ഒരു കോഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 15 വർഷത്തിൽ എൻ്റെ ജോബ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു കാലയളവിൽ ഞാൻ വറീഡാണ് ഈ ഡെവലപ്പർ ജോബ്സും ഇതെല്ലാം പോവോ എന്നുള്ളത്. ഇനി ലോങ് ടേം എടുക്കാം. ലോങ് ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 50 വർഷത്തിൽ മേ ബി ഈ AI-യുടെ ഗ്രോത്ത് ചിലപ്പോൾ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ഡേ ടു ഡേ സൊല്യൂഷൻസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ റിന്യൂവബിൾ എനർജി ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഡേ ടു ഡേ കാര്യങ്ങളിലെല്ലാം മോർ എഫക്റ്റീവ് ആക്കാൻ ഒരു ട്രെയിൻഡ് മെഷീൻ ആണ് ഉള്ളത്. ഒരു 50 ഇയേഴ്സിൽ ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണുന്നത്. പക്ഷെ ഷോർട്ട് ടേമിൽ കുറേ ജോബ്സ് പോലും കുറേ കെയോസും അതൊക്കെ ഞാൻ ഒരു വിഷൻ ചെയ്യും. ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം അല്ലേ പറയണ 15-20 ഇയേഴ്സ്. അത് കഴിഞ്ഞ് ഒരു 50 ഇയേഴ്സ് ആകുമ്പോൾ തിങ്സ് ക്യാൻ ഗെറ്റ് ബെറ്റർ. കുറെ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ജോലികൾ ഇവോൾവ് ആണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ 1950-കളില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൊണ്ട് ജോലി ഉണ്ടാ, സോഫ്റ്റ്വെയർ ടെസ്റ്റ് എഞ്ചിനീയർ കൊണ്ട് ഇന്റഗ്രേഷൻ എഞ്ചിനീയർ, ഇങ്ങനത്തെ റോൾസ് ഒന്നും ഇല്ല. അന്ന് ഉള്ളതിനേക്കാൾ ഒരുപാട് ജോലി. അതെ, സിനിമ തന്നെ ആ കാലഘട്ടത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് 10, 30, 20 വയസ്സുള്ളവരൊക്കെ വെറുതെ നടക്കുകയാണ്. ഇൻഹരിഹർ നഗർ കണ്ടുനോക്കും നിങ്ങൾ, അധികം മുന്നിറങ്ങിയതല്ല. 4 ചെറുപ്പക്കാരും ഒരു പണിയില്ലാണ്ട് നടക്കുന്നത്. ആ അവസരം ഇറങ്ങിയ കുറെ സിനിമയില് ജഗദീഷും മുകേഷും ഒക്കെ പണിയില്ലാണ്ട് നടക്കാണ്. പക്ഷെ നമ്മളുടെ ഒരു എന്റെ ഒക്കെ ഏജ് ആയപ്പോൾ തന്നെ ചെറുപ്പക്കാരും നാട്ടിലില്ല, എല്ലാവരും പഠിച്ച് ജോലിയായി പോയി. അപ്പൊ ഒരുപാട് കമ്പ്യൂട്ടർ വരുമ്പോ ഒരുപാട് ആശങ്കകൾ മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ എല്ലാവരുടെയും ജോലി എടുത്ത് കളയുന്നുള്ള പരിപാടികളൊക്കെ. ഇപ്പൊ ATM എന്ന് പറഞ്ഞ മെഷീൻ വന്നു. പണ്ട് നിങ്ങൾ ആരെങ്കിലും, എനിക്കറിയില്ല,
ഞാൻ പണ്ട് ബാങ്കിൽ പോയിട്ടുള്ളപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ ചെല്ലുന്ന ഒരു ടോക്കൺ എടുക്കുന്നു, ഇരിക്കുന്നു, ആ ടോക്കൺ നമ്പർ അവിടെ വരുമ്പോഴാണ് നമുക്ക് പൈസ എടുക്കാനോ ഡെപ്പോസിറ്റ് ചെയ്യാനോ പറ്റിയിരുന്നത്. ഇന്ന് നമുക്ക് ഒരു മെഷീനോടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ബാങ്കിങ് മേഖലയിൽ അത്രയധികം ജോലികൾ നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കൂടുതൽ. അതുപോലെ തന്നെയാണ് ഇതിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ മേഖല എമർജ് ചെയ്യാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് AI ഗവേണൻസ് ആൻഡ് പോളിസി മേക്കിങ്ങിലാണ്. അതെന്തായാലും നമുക്ക് AIക്ക് ഓഫ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ച് അപ്സ്കിൽ ചെയ്ത് ഇരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രാധിക പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഉപയോഗമാണ്. ജോലിയിൽ എനിക്ക് തിങ്ക് ബിഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ ഇന്ന സ്ഥലത്ത് ഹിറ്റ് ചെയ്ത് ഒരു ബ്ലോക്കർ ഹിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നു എനിക്ക് തോന്നാറില്ല. കാരണം എനിക്ക് എല്ലാം അറിയുന്ന ഒരു കൂട്ടുകാരനുള്ള പോലെയാണ്. പണ്ടിപ്പോ എനിക്ക് ജാവയിൽ ഒരു സാധനം എനിക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യണം, എനിക്ക് ജാവ അറിയുന്ന ഒരാളെ തപ്പിപ്പിടിച്ച് വിളിക്കണം, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ChatGPT-നോട് ചോദിക്കുക, അല്ലെങ്കിൽ ChatGPT അതർ ഓൾട്ടർനേറ്റീവ്സിനോട് അത് ചോദിക്കുക. അപ്പൊ എനിക്ക് ഇന്നൊരു ബ്ലോക്കർ വരുന്നുള്ളതൊന്നും പേടിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് മാത്രമല്ല, ഞാൻ എൻ്റെ ഇപ്പൊ ഒരു ബുക്ക് വായിക്കാൻ പോണതിന് മുന്നേ അതിന്റെ സമ്മറി എന്താണെന്ന് എനിക്ക് അതിനോട് ചോദിക്കാം. ഒരു ലിങ്ക് എനിക്ക് ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല, ആ ലിങ്ക് കൊടുത്തിട്ട് അതിന്റെ സമ്മറി ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ടൈം സേവ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ ലാംഗ്വേജിൽ എനിക്ക് ഭയങ്കര ഈ എന്താ പറയാ ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് ഞാൻ എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് പ്രയോഗം കറക്റ്റ് ആണോ തെറ്റാണോ, ഇത് ഫോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സഹായിക്കാറുണ്ട്. ഇനി വീക്കെൻഡായി ഞാൻ ഇന്ന സീരീസുകളൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, എനിക്ക് കുറച്ച് സീരീസ് സജസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ ChatGPT-നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും എനിക്ക് ഉപയോഗമായിട്ടാണ് ഇപ്പൊ ഈ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് വലിയ കോർപ്പറേറ്റുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരിപ്പോഴും ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നു. അവര് എല്ലാ അവരുടെ സെയിൽസ് മീറ്റിങ്ങുകളിലും അനൗൺസ് ചെയ്യുന്നുണ്ട്. അവര് ആരും ഹയറിങ് നിർത്തുന്നില്ല എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ജോലിനെ വളരെ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സംശയമാണ്, ജോലിയിൽ മാത്രമല്ല നമ്മുടെ നിത്യജീവിതങ്ങളിലും വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പോ അറ്റ് ദ മൊമെന്റ് ഒപ്റ്റിമിസ്റ്റിക് ഒന്നും പറയാൻ പറ്റില്ല. ഫ്യൂച്ചർ വാട്ട് ഹോൾഡ്സ് എന്നുള്ളത് നമുക്ക് കണ്ടെന്നെ അറിയാൻ പറ്റും. ജോലികൾ ചിലപ്പോൾ ഇവോൾവ് ചെയ്യായിരിക്കും. നേരത്തെ പറഞ്ഞ മാതിരി 1950-കളിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോയിട്ടൊരു ജോലിയുടെ ആവശ്യമില്ല. അതിനുശേഷം അത് അങ്ങനത്തെ ഒരു മേഖല വരികയാണ്. അതുവഴി പുതിയ ജോലികൾ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായിട്ടുള്ള ജോലികൾ വരികയാണ്. അപ്പോൾ വരുന്നതോടുകൂടെ ചിലപ്പം അതിനോട് ആസ്പദമായിട്ടുള്ള വേറെ ജോലികൾ, കൂടുതൽ ക്വാളിറ്റി ഉള്ള ജോലികൾ വരുമായിരിക്കും. അങ്ങനെ തന്നെ വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പൊ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിന്, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെഷീൻസ് ഇപ്പൊ നമ്മുടെ ഈ വസ്ത്രം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിൽ വന്നു. ആ നേരത്തെ എന്താണ് ഉണ്ടായത്? ഹാൻഡ്ലൂമിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് വില കൂടുകയാണ് ചെയ്തത്, അല്ലേ? അതുപോലെ മനുഷ്യന്മാരുടെ കൈ തൊടുന്നതിനോട് മനുഷ്യന്മാർക്ക് അപ്രീസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബ്സ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ പെയിന്റിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏത് കാലത്തും നിലനിൽക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യനെന്നും ആർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. മനുഷ്യന്റെ ഹ്യൂമൻ എഫർട്ടിനെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. അതെ, ക്രിയേറ്റീവ് ജോലികൾ അതാണ് ഒരു മേഖല. അധികം ഇപ്പോൾ ഡയറക്ടേഴ്സ്, സംഗീത സംവിധായകന്മാര്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകള്, കലാകാരന്മാര്, ഈ മേഖലയിലൊന്നും ബാധിക്കില്ല. 2 മണിക്കൂർ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിരുന്നു. പിന്നെ എനിക്കുള്ള ഒരു ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് AI കോർപ്പറേറ്റുകളെല്ലാം തന്നെ AI-നെ ഉപയോഗിച്ചു മനുഷ്യന്മാരെല്ലാരും ഒഴിവാക്കിയെന്നായിരിക്കും. അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ലോകത്തില്ലാണ്ടാവും. അതിനെ അവരെങ്ങനെ നേരിടും? എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഗവേണൻസ്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ AI-നെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുക ഗവൺമെൻറ് പോളിസികൾക്ക് മാത്രമേ ഇനി പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നേരത്തെ രാസ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മളെല്ലാം എന്താണ് ഇപ്പോൾ വർക്കിംഗ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സാണ്. മിഡിൽ ക്ലാസ്സിൻ്റെ പല തട്ടുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഈ ജോലികൾ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മിഡിൽ ക്ലാസ് ഇല്ലാണ്ടാവുക എന്നാണ്. മിഡിൽ ക്ലാസ് ആണ് ഏതൊരു ഇക്കോണമിയുടെ, ഏത് ഡെവലപ്ഡ് രാജ്യമായിരുന്നാലും ശരി, ഏതൊരു ഇക്കോണമിയുടെ നട്ടല് മിഡിൽ ക്ലാസ് ആണ്. അവരാണ് സ്പെൻഡ് ചെയ്യുന്നത്, അവരാണ് ടാക്സ് കൊടുക്കുന്നത്,
അവരാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ ആ ഒരു അത് റിപ്പിൾ എഫക്റ്റ് എക്കണോമിയിൽ ഉണ്ടാക്കും, ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കും. മനസ്സിലായി? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറി ഇന്നലെ കണ്ടതാണ്. ഇങ്ങനെ ജോബ്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ഗവൺമെന്റ്സ് എത്ര 4 ട്രില്യണോളം ലാഭം ഉണ്ടാക്കിയിട്ട് ഒരു പണിയും ചെയ്യാതെ ഇരിക്കുന്ന സിറ്റിസൺസിന് ഗവൺമെന്റ് സാലറി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി യൂറോപ്പിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഒരു പണിയും ചെയ്യാത്തവരല്ല, അതായത് ഗവൺമെന്റ് പണി ഇല്ല, പണി പോയാ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും സാലറിയുടെ ആക്കാം. അതായത് ഈ ഒരു മിഡിൽ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ കൺസ്യൂമർ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നല്ല. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആണല്ലോ ഗവൺമെന്റിന് എന്താണ് മാർക്കറ്റിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ഇതുമാതിരി റൂൾസ് കൊണ്ടുവന്ന് ഗവൺമെന്റിന് മനസ്സിലാവാണ്, ഓക്കെ ആളുകളുടെ ജോലി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗവൺമെന്റ് മനസ്സിലാകുമ്പോൾ ഗവൺമെന്റ് അവിടെ ഇന്റർഫിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് ആ ഒരു മേഖലയിലുള്ള ഡെവലപ്മെന്റിനെ നമുക്കൊരു പരിധി വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ആപ്പിളിന്റെ ആപ്പിൾ ഇന്റലിജൻസ് ആ സംഭവം ഇപ്പോഴും യൂറോപ്പിൽ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇല്ല. പക്ഷെ അതിലൊരു പ്രോബ്ലം എന്താണെന്നറിയോ? ആപ്പിൾ ഇന്റലിജൻസ് US ഉണ്ട്, യൂറോപ്പിലാണ് ഇല്ലാത്തത്. ഇതിലെ പ്രശ്നം വെച്ചാൽ എങ്ങനെ എത്രത്തോളം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ്. അതായത് ഒരു രാജ്യത്തില് അത് കണ്ടെയ്ൻഡ് ആണ്, ഒരു സ്ഥലത്ത് കണ്ടെയ്ൻഡ് അല്ല. അപ്പോൾ ഒരു സ്ഥലത്തെ ഡെവലപ്മെന്റിലോ കാര്യങ്ങളിലോ ഡിഫറൻസ് വരാം, മറ്റേ സ്ഥലത്ത് വേറൊരു രീതിയിലായിരിക്കും പോകുക. അപ്പോൾ ഇത് എങ്ങനെ ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും? ഓരോ നേഷൻസും അതായത് ഇപ്പോൾ ചൈന ലെറ്റ്സ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിചാരിച്ചിട്ട് ഒരു വൈറസിനെ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന വൈറസിനെ ക്രിയേറ്റ് ചെയ്തു ലെറ്റ്സ് ഹൈപ്പോത്തറ്റിക്കലി. അല്ലെങ്കിൽ റഷ്യ, നമ്മളെല്ലാവർക്കും ഒരു എനിമി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഓരോരുത്തരെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആണോ അല്ലയോ എന്നുള്ളതല്ല, ഒരു പാരനോയ നമ്മളുടെ ഇൻബിൽഡ് ആണല്ലോ. അപ്പോൾ അവരങ്ങനെ ചെയ്ത കാരണം US പറയാണ് ഞങ്ങൾക്ക് പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും അത് ചെയ്യണം എന്ന് പറയണത്. അപ്പൊ നമ്മള് ചെയ്തു. അതിപ്പോ ഇന്ത്യ ചെയ്തു. ഇത് കണ്ടെയ്ൻ ചെയ്യാൻ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ഈ ടെക്നോളജി കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് കൺട്രോൾ വരാൻ പോകുന്നത് ആ മേഖലകളിലൊന്നും ആയിരിക്കില്ല തന്നെയാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അത് വരാൻ പോകുന്നത് ഇപ്പോൾ നമ്മളെ സാധാരണക്കാരെ അല്ലെങ്കിൽ അവർ സിറ്റിസൺസിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് അവർ ഇന്റർഫിയർ ചെയ്യാൻ പോകുള്ളൂ. ഇപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്റർഫിയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം AI ഡെവലപ്മെന്റ് റിസർച്ച് തടയുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ജോലികളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം ഗവൺമെന്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു മേഖലയിൽ റെഗുലേഷൻസ് കൊണ്ടുവരും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്റർനെറ്റിന്റെ കേസിലായാലും റെഗുലേഷൻസ് ഉണ്ടല്ലോ. അതായത് ഓരോ രാജ്യത്തിനും ഡിഫറെന്റ് വേണം അല്ലേ? ഇപ്പൊ ഇന്ത്യയിൽ ചില സൈറ്റ്സ് കിട്ടില്ല. അങ്ങനെ ഈ എന്താ പറയാ, ഇതൊരു കൺവെർജൻസിൽ എത്തുകയാണ് ചെയ്യുക. പതുക്കെ ഓരോരുത്തരും ഓരോന്ന് ചെയ്തിട്ട് ഒരു നല്ല രൂപത്തില് അവസാനം എത്തിപ്പെടും, അല്ലെങ്കിൽ ഒരു മോശം രൂപത്തിൽ എത്തിപ്പെടും. പക്ഷെ എല്ലാ രാജ്യങ്ങളും ഓരോ പോളിസികൾ ഇത് പോകുന്നതിനനുസരിച്ച് ഉണ്ടാവും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, AI പലപ്പോഴും അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയ 2 വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്നേക്ക് ഓയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് അവർ പറയുന്നത് ഇപ്പോ എത്രമാത്രം വികാസം പ്രാപിച്ചിട്ടുണ്ടോ അതിലും കൂടുതൽ ആളുകൾ ക്ലെയിം ചെയ്യുന്നുണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ AIക്ക് നിലവിൽ മനുഷ്യന്മാരെക്കാളും കുറവ് റീസണിങ്ങും അതുപോലെ തന്നെ തിങ്കിങ് എബിലിറ്റി ഒന്നും ഇല്ലാത്ത മോഡലുകളാണ് ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പോഴാണ് ഹ്യൂമൻസിന്റെ അതേപോലെ ആവുക. അത് തന്നെ നമ്മളിപ്പോ അടുത്തൊന്നും അച്ചീവ് ചെയ്തില്ല. അതും ഞാൻ കേട്ടത് കുറെ പേരൊന്നും ആ ഒരു അവസ്ഥയ്ക്ക് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നുള്ള അവസ്ഥയ്ക്ക് എത്തില്ല എന്ന് വാദിക്കുന്ന കുറെ പേരും ഉണ്ട്. ചിലപ്പോ എത്തിയേക്കാം. പക്ഷെ എത്തുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഇന്നത്തെ സാഹചര്യത്തില് തീരെ പവർ എഫിഷ്യന്റ് ആയിരിക്കില്ല, ഒരുപാട് ചെലവ് ഉണ്ടായിരിക്കും. അതായത് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. കുറെ നോട്ട്സും അവര് തമ്മിലുള്ള ഇന്റർ കണക്ഷൻസും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴുള്ള ഈ AI നടക്കുന്നത്. അപ്പം മനുഷ്യരെക്കാളും ഒരുപാട് ചെലവ് കൂടിയ തരം മോഡലുകൾ ഉണ്ടാക്കിയാലാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നുള്ളടത്തേക്കാണ് എത്തുക. സാം ആൾട്ട്മാനൊക്കെ കുറച്ച് മുന്നേ തന്നെ ആൾക്ക് തുടക്കത്തിൽ കിട്ടിയ ഹെഡ് സ്റ്റാർട്ടും
ആ ഒരു ബൂസ്റ്റ് ഒക്കെ വെച്ചിട്ട് ആള് പറഞ്ഞിരുന്നു 2-3 കൊല്ലത്തിനുള്ളിൽ ജനറൽ ഇന്റലിജൻസിൽ എത്തുന്നു. അവിടെ നമ്മൾ എത്തിയിട്ടില്ല. പൂർണ്ണമായും സെൽഫ് ഡ്രിവൺ കാറുകൾ നമ്മൾ എവിടെയും കാണുന്നില്ല. ഉബറിനൊക്കെ സെൽഫ് ഡ്രിവൺ കാറുകൾ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഉബറിനൊക്കെ ഇപ്പോഴും ലാഭകരം മനുഷ്യരെ വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്ത് വണ്ടി ഓടിപ്പിക്കുന്നതിനാണ് ലാഭം. കാരണം മനുഷ്യര് വണ്ടിയും കൊണ്ടുവരുന്നു, അവരെന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരെന്നെ പെട്രോൾ അടിക്കുന്നു, അവരെന്നെ ഇൻഷുറൻസ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഉബർ മറ്റൊരു മോഡലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉബറിന് കാറുകൾ ഓൺ ചെയ്യേണ്ടി വരും. അതിന്റെ എല്ലാ ചെലവും മെയിൻ്റെനൻസും പരിപാടികളും ഒക്കെ നോക്കേണ്ടി വരും. അപ്പൊ അവർക്ക് നഷ്ടമാണ് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്മാരെക്കാളും മൊത്തത്തിൽ ചെലവേറിയതാണ്. പിന്നെ ജനറൽ ഇന്റലിജൻസിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അവര് അച്ചീവ് ചെയ്തതിനേക്കാളും കൂടുതൽ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളെ പേടിപ്പിക്കുന്ന ഘടകങ്ങള്. അപ്പോ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെവലിലാണ് നമ്മള് ഭയങ്കരമായി പേടിപ്പിക്കുന്ന തരത്തിൽ റെഗുലേഷൻസ് ഒക്കെ കൂടുതൽ വേണ്ടി വരിക. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നതിൽ മനുഷ്യരെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവർ ആയി മാറും. നമ്മള് മാർസിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്ത പോലെ തന്നെ നമ്മൾ 3 പേരുടെയും ലൈഫിൽ ചിലപ്പോൾ അത് കാണാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷെ അൻവർ പറഞ്ഞ പോലെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. എന്ത് വേണമെങ്കിലും മാറി പറയാം. നമുക്ക് ആർക്കും ഫ്യൂച്ചർ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ കണ്ടെയ്നിങ് റെഗുലേഷൻ, ഗവൺമെന്റ് റെഗുലേഷനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചല്ലോ. ഒരു അടുത്ത 30 years ഒരു തരത്തിലുള്ള റെഗുലേഷനോ കണ്ടെയ്നിങ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ലോകം എങ്ങനെയായിരിക്കും? ഈ AI എന്തെങ്കിലും ജോബ് സെക്ടറിലായാലും. ഓക്കെ, സോ ടെക്നോളജി എപ്പോഴും മനുഷ്യരാശിക്ക് ഹോളായി എടുത്തു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? എല്ലാ എന്ത് തരം ടെക്നോളജി ആയിരുന്നാലും ശരി, അത് മനുഷ്യരാശിക്ക് നല്ല രീതിയിൽ തന്നെയാണ് അത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് നല്ല രീതിയിൽ നമുക്കത് യൂസ്ഫുൾ ആവുക തന്നെയാണ് ചെയ്യുക. എയുടെ കാര്യത്തിലും അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ AI നമുക്ക് നമ്മുടെ മനുഷ്യരാശിക്ക് ഉപകാരം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിലെ കുറച്ച് നെഗറ്റീവ്സാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ വളരെയധികം പോസിറ്റീവ്സാണ്. കൂടുതൽ പോസിറ്റീവ്സ് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനും അതെ, അങ്ങനെ തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ സൈഫൈ മൂവിയിലൊക്കെ കാണുന്ന പോലെ മനുഷ്യർക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു തരത്തില് ഇതുവരെ നമ്മളുടെ ഇതില് ആരും അങ്ങനെ ഒരു ഡെവലപ്മെന്റ് നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മൾ കാണുന്ന പോപ്പുലർ ആയിട്ടുള്ള എല്ലാ AI ടൂൾസും മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ ഇന്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്തായി മാറും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു മോഡലും ഒരു ടൂളും മനുഷ്യർക്കെതിരെ മനുഷ്യർ തന്നെ ഡെവലപ്പ് ചെയ്യില്ല. ഇനി അവര് സ്വയമായി ഡെവലപ്പ് ആവുന്ന സമയം വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ ഗവർണൻസും പോളിസീസും ഒക്കെ ഉണ്ടാക്കുകയും അത് തടയിടുകയും ചെയ്യും. സൈഫൈ മൂവീസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒരു സാധനം ആ ഇതെല്ലാം സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാച്ചി ഫ്രേസ് ആണ്. എൻ്റെ ഓഫീസിൽ ഗൂഗിളിൽ റിസർച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ AI-നെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് ഇതാണ്, അത് ഞാൻ ആൾ പറഞ്ഞ അതേപോലെ തന്നെ കോട്ട് ചെയ്യാം. AI cannot replace a doctor. Okay? AI can replace a doctor who does not യൂസ് AI. അതായത് AI യൂസ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് AI യൂസ് ചെയ്യാത്ത ഒരു ഡോക്ടറിനെ റീപ്ലേസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ക്യാൻസറിന്റെ ഇമേജിങ് ആയാലും ക്യാൻസറിന്റെ ആ ഒരു മാസ്കില് എവിടെയാണ് ക്യാൻസർ പോയിന്റ്സ് ഉള്ളതെന്നൊക്കെ AI-ക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഈവൻ ബെറ്റർ ദാൻ ഒരു ഡോക്ടറിന്റെ കണ്ണിന് പറ്റുന്നതിനെക്കാട്ടിലും പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ AI-ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്യൂച്ചറിൽ AI യൂസ് ചെയ്യാത്ത ഒരു ഡോക്ടറിനെ ചിലപ്പോൾ AI യൂസ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ജോബ്സ് പോവല്ല, ജസ്റ്റ് അപ്സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നാണ്. ബെറ്റർ ടൂൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്ടർ കൂടുതൽ എഫിഷ്യന്റ് ആയിരിക്കും. നമ്മള് എഞ്ചിനീയേഴ്സും സോഫ്റ്റ്വെയറും എല്ലാം ടച്ച് ചെയ്തു, പക്ഷെ നമ്മള് ഹെൽത്ത് കെയറിൽ നമ്മൾ പറ്റിയെന്ന് സംസാരിച്ചില്ല. അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള AI വലിയൊരു ഞാനൊരു ചിന്താ പരീക്ഷണം പറയാം നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ രണ്ടാളും ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു ഒരു അസുഖമായിട്ട്. ആൾ തിരിഞ്ഞിരുന്നിട്ട് നിങ്ങൾ പറഞ്ഞ സിംറ്റം ChatGPT അടിച്ചു കൊടുത്തിട്ട് ChatGPT തന്ന ഉത്തരം എഴുതി തരികയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് തരികയാണ്. എത്രമാത്രം ട്രസ്റ്റ് ചെയ്യും നിങ്ങൾ? ഞാൻ കാണില്ലല്ലോ ആള് ChatGPT ആൾ നിങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് ChatGPT അടിക്കുന്നത് ചോദിച്ചാൽ
വെൽ ഡിപ്പെൻസ്. നമുക്ക് ചിലപ്പം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ ചിലപ്പം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ചിലപ്പം അവരത് കണ്ട് വളർന്നുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി തോന്നണമെന്നില്ല. ഇല്ല, കാരണം എന്താണെന്നറിയോ, ഇപ്പൊ എന്റെ മുത്തശ്ശൻ ATM പോയി പൈസ എടുക്കില്ല. എന്ത് ചെയ്താലും ATM പോയി പൈസ എടുക്കില്ല. ആള് പറഞ്ഞ ATM പോയി പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോ സ്കാമൊക്കെ കാർഡൊന്നും പറ്റില്ല. ആള് മരിക്കുന്ന അവസാനം വരെ ബാങ്കിൽ പോയിട്ട് ഈ പറഞ്ഞ ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് പൈസ എടുക്കുന്നത്. ട്രസ്റ്റ്, അതിന് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് വർക്ക് ഓൺ കറൻസി കോൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ട്രസ്റ്റ് പതുക്കെ ബിൽഡ് ചെയ്ത് വരണം. അന്നൂർ പറഞ്ഞ പോലെ പുതിയ തലമുറയ്ക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും. അതായത് അവര് കണ്ടു വളർന്നത് അതായിരിക്കും. നമ്മുടെ നോട്ട് വന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് പേപ്പർ കറൻസി വന്നപ്പോ ആരെ ഈ പേപ്പർ കറൻസി കൊടുത്ത സാധനങ്ങൾ ഇങ്ങനെ തരാന്നാണ് ഗോൾഡ് കോയിൻസ് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞിരുന്നത്. ഓക്കെ, ഈ മെഡിക്കൽ ഫീൽഡിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ആ ടോക്കിൽ ഞാനുണ്ടായിരുന്നു. ആക്ച്വലി ഞാനൊരു ഓഡിയൻസിലുണ്ടായിരുന്നു. അപ്പോൾ ആള് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ആള് പറഞ്ഞത് ഇപ്പോൾ ഒരു എക്സ്റേ അനലൈസ് ചെയ്യുന്ന ഡോക്ടർ, ഓക്കെ, അയാള് ഒരു 30, 40, 50 വർഷത്തോളം മാക്സിമം അയാളുടെ പ്രൊഫഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അയാളൊരു ചിലപ്പോൾ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം എക്സ്റേകൾ കണ്ടുണ്ടാവും. പക്ഷേ ഈ AI ടൂളിനെ എന്താ ചെയ്യുന്നത്, ഈ ഒരു AI LLM എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് എക്സ്റേസ് അതിന് ഫീഡ് ചെയ്യണം. എന്നിട്ട് പറയാണ് ഇതന്നെ ഇതിനെ കുറിച്ച് പഠിക്കുന്നു, കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണ്. അപ്പോൾ ഒരു 50 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിനേക്കാളും അധികം എക്സ്റേസ് ഓൾറെഡി ഈ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ രോഗം ഡയഗ്നോസ് ചെയ്യണമാണല്ലോ ഏറ്റവും വലിയ അല്ലേ കാര്യങ്ങളിലൊന്ന്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം AIക്ക് വളരെ വലിയ രീതിയിൽ നമ്മളെ സഹായിക്കാൻ പറ്റും, ഒരു ഡോക്ടറിനെ സഹായിക്കാൻ പറ്റും. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇതിൽ ഓക്കെ നമ്മൾ പറയണ്ടല്ലോ, ഓക്കെ ഡോക്ടേഴ്സിനെ റിപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. എനിക്ക് നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെൻ്റാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ക്ഷാമുണ്ടെന്ന് വിചാരിക്കുക നമ്മൾ, ഓക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ ക്ഷാമുണ്ട്. പക്ഷേ 20 വർഷം 30 വർഷം കഴിഞ്ഞിട്ട് ഈ AI നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം രോഗികൾ ഇന്നുണ്ടായിരുന്നോ ആ ക്ഷാമത്തിന് കാരണമാവാൻ, ആ ഹോസ്പിറ്റൽ ക്ഷാമത്തിന് കാരണമാവാൻ, അതേ രോഗികൾ ആ 50 വർഷത്തിന് ശേഷം 30 വർഷത്തിന് ശേഷം ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിലും അന്ന് ഡോക്ടേഴ്സ് AI ടൂളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സിന് നമ്മൾ കാണുന്ന ക്ഷാമം ആ സമയത്ത് ഉണ്ടാവില്ല. കാരണം ഈ ടൂളുകൾ ഈ ഡോക്ടേഴ്സിനെ വലിയ രീതിയിൽ എഫിഷ്യൻ്റ് ആക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, അവിടെ ആ 50 വർഷത്തിൽ നമുക്ക് കുറച്ച് ഡോക്ടേഴ്സിനെ അവിടെ എക്സ്ട്രാ ഹയർ ചെയ്യായിരുന്നു. പക്ഷേ അതായത് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരു മേഖലയിൽ വരുന്നതിനെ ചെറിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ കാര്യത്തിലുള്ള ഒപ്പീനിയൻ. അത് എല്ലാ മേഖലയിലും അങ്ങനെ ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, എക്സെപ്റ്റ് എന്താ പറയുക, ഇപ്പോൾ ആർട്ടിസ്റ്റിക് അങ്ങനത്തെ മേഖലകളിൽ ചിലപ്പം. ഈ 30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുമ്പോഴേ എനിക്ക് തമാശയായിട്ടുള്ള ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എക്സാക്ട് ഫിഗേഴ്സ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ 1980 ബിൽ ഗേറ്റ്സ് പറഞ്ഞത് 100 KB ആണെന്നാണ് എൻ്റെ ഓർമ്മ. 100 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട അത്രയും സ്റ്റോറേജ് ആണെന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോ പറയുന്നതെല്ലാം ചിലപ്പോ ഒരു ദശകത്തിന് ശേഷം ആൾക്കാർ നോക്കിയിരുന്ന് ചിരിച്ചു മരിക്കും. കാണാൻ പറ്റുന്നില്ലല്ലോ. കൂടുതൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സാധനം കൂടി പറയാനുണ്ട് എനിക്ക്. അതായത് EXT3 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ സിസ്റ്റം ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് അത് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പാർട്ടീഷൻ സൈസ് 2 TB ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 1950s എങ്ങാണ്ടൊക്കെയുള്ള സമയത്ത്, അല്ലെങ്കിൽ 1970s 80s ആ സമയത്താണ്. ആ സമയത്ത് 2 TB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മനുഷ്യന് വേണ്ട അത്രയും ഇതായി കഴിഞ്ഞു. അപ്പൊ ഞാന് ഇപ്പോ വർക്ക് ചെയ്യുമ്പോ ഞങ്ങൾക്ക് ട്രെയിനിങ് തരുമ്പോ ഇത് EXT3യുടെ ലിമിറ്റേഷൻ ആണെന്ന് ഒരാൾ പറഞ്ഞ നേരത്ത് ഒരു പയ്യൻ, അതായത് അവൻ ഗ്രാഡായിട്ട് കേറിയിട്ടുള്ളൂ. എന്തുകൊണ്ട് 2 TB ഒരു ലിമിറ്റേഷൻ ആക്കി എന്നുള്ളതാണ്. അതായത് അതുപോലെ ആയിരിക്കും ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങള്, നമുക്കിപ്പോ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഉള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഓരോ പ്രഡിക്ഷൻസ് ഒക്കെ നടത്തുന്നത്. അത് ചിലപ്പോ ഭയങ്കര മണ്ടത്തരമാകുമ്പോൾ അല്ല, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രസ്റ്റിന്റെ സംഭവം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കഴിയുമ്പോ അതൊരു ട്രസ്റ്റ് ഇഷ്യൂ ഒന്നും ആവില്ല. അതൊരു ഡേ ടു ഡേ കാര്യം ആവാനാണ് സാധ്യത. നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു, ഡോക്ടറിന്റെ കയ്യിൽ ചിലപ്പോൾ ഒരു ഐപാഡ് ഉണ്ടാവും, ആള് ചിലപ്പോൾ അത് സ്ക്രീനിൽ നോക്കുന്നു, ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു നമ്മളത് ബിലീവ് ചെയ്യണു. ചിലപ്പോൾ ഇവിടെ ട്രസ്റ്റോ ആ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇതൊക്കെ ഒരു നോർമൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ വന്നപ്പോ ആൾക്കാർ ഓടി എന്നുള്ളൊരു കഥ, അതായത് ഇത് എനിക്ക് സോഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. ഇതൊരു ഭൂതത്തിന്റെ സാധനമാണെന്നൊക്കെയാണ് ആൾക്കാർ അന്ന് വിശ്വസിച്ചത്. സൗത്ത് ആഫ്രിക്കയിലെ എസ്കലേറ്റർ വന്നപ്പോ
കുറെ പേര് അങ്ങോട്ടും മോളിക്കും താഴേക്കും ഭയങ്കര ക്രൗഡായിരുന്നു ഫസ്റ്റ് ടൈം. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പുതിയ ടെക് എന്നും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മളെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, ആൾക്കാർ ഹ്യൂമൻ ബീങ്സ് അഡാപ്റ്റ് ചെയ്തു അല്ലേ. ഇപ്പൊ ഇന്റർനെറ്റ് വന്നു, അഡാപ്റ്റ് ചെയ്തു. അതുപോലെ AI വരും, നമ്മളെല്ലാരും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും. അതെ, അഡാപ്റ്റ് ചെയ്യും. നമ്മൾ പതുക്കെ ഈ ടൂളുകൾ ഉപയോഗിച്ച് അപ്സ്കിൽ ചെയ്യും. പുതിയ ലോകത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവും. മനുഷ്യന്മാർക്ക് പൂർണ്ണമായും ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെറുതെ വീട്ടിലിരുത്താൻ മനുഷ്യന്മാരെ പറ്റില്ല. മനുഷ്യന്മാര് പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് സത്യത്തില് പൈസയോ അന്നത്തെ ഫുഡോ അല്ല പ്രശ്നം. ഇപ്പൊ വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബുകൾ ആളുകൾ എന്തുകൊണ്ട് വിട്ടുപോകുന്നു എന്നുള്ളത് ഒരിക്കലും പഠനം നടത്തിയിരുന്നു. നമ്മളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള തോന്നലും മനുഷ്യന്മാരെ വല്ലാണ്ട് വിഷമിപ്പിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ചിലപ്പോ നമ്മൾക്ക് ലഭിക്കുന്നതിന്റെ 3 ഇരട്ടി ശമ്പളമൊക്കെ ഉള്ള ആളുകൾ ആ ജോലി വിട്ട് വേറൊരു ജോലിക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അവർ വാല്യൂഡ് എല്ലാം തോന്നിയിട്ടാണ്. അപ്പൊ നമ്മള് വെറുതെ ഒരു ചെറിയ വല്ല സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും കൊണ്ടിരുത്തിയാലും നമുക്ക് പ്രശ്നമാണ് മനുഷ്യന്മാർക്ക്. അപ്പൊ ഗവൺമെന്റിന് അല്ലെങ്കിൽ AI ഇങ്ങനെ ടേക്ക് ഓവർ നടത്തുകയാണെങ്കിൽ ലോക സമൂഹത്തിന് തന്നെ കുറെ കടമ്പകള് നേരിടാനുണ്ട്. എനിക്ക് പിന്നെ ഈ ഗവൺമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് വേറൊരു ഒപ്പീനിയൻ ഈ കാര്യത്തിലുള്ള വേറൊരു ടോപ്പിക് സംസാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വേറെ ഏത് ടെക്നോളജിക്കൽ മേഖലയായിരുന്നാലും ശരി, ഇന്നത്തെ കാലത്ത് നമ്മളൊരു സൂപ്പർ പവർ ആണോ, ഒരു രാജ്യം സൂപ്പർ പവർ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ മിലിറ്ററി പവറിൽ മാത്രമല്ല. ഓക്കെ, അതിൻ്റെ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുന്നു, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിലും ഇതിലും എത്രത്തോളം മുന്നിലാണെന്നുള്ളത്. ഇപ്പോൾ ചൈന മാനുഫാക്ചറിങ്ങിൽ അത്രയധികം മുന്നിലാണല്ലോ. അപ്പോൾ അതെല്ലാം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക്. ഈ AI വന്നത് മൂലം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് മറ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളെ പിടിക്കാൻ. അതായത് നമ്മൾ ഗവൺമെൻറ്റ്സ് ഇതിനെ നന്നായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, AI എന്നുള്ള മേഖലയെ നന്നായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുവഴി അവരുടെ ജനങ്ങളെ അവർക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൽ ചൈന റെവല്യൂഷൻ ചെയ്ത മാതിരി, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യക്ക് AI നമ്മൾ വല്ലാണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളതിൽ മാർക്കറ്റ് ലീഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യലായാലും ശരി ഇക്കണോമിക്കലായാലും ശരി അതുവഴി കുറേ ചൈന ഫൈനാൻഷ്യൽ ഫ്രീഡം അവരുടെ ജനങ്ങൾക്ക് കൊടുത്ത മാതിരി അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റ്സ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആയിരുന്നാലും ശരി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നാലും ശരി ഇതിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആളുകളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ മുന്നിൽ അടുത്ത 15-30-50 years ആയിക്കോട്ടെ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആർ നോൺ ഫോർ അഡാപ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഇനിയും അഡാപ്റ്റ് ചെയ്യും. AI വന്നോട്ടെ, എന്ത് വേണേലും വന്നോട്ടെ, നമ്മളത് ഫേസ് ചെയ്യാൻ. അതെ, അപ്പോൾ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. ബൈ.